ഈല ടിപ്സ് ആൻഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഉള്ളിൽ ഒരു ചൂടുണ്ട്. തീ കാഞ്ഞോണ്ടിരുന്നാ മതിയോ? നിങ്ങൾ വെക്കട്ടെ. എന്താണ് നിങ്ങളുടെ ഇന്നത്തെ പരിപാടി? ഇന്നത്തെ പരിപാടി കപ്പലണ്ടി കൂടാം. അയ്യോ, എങ്ങനെ വെക്കും? പഠിക്ക്. ആ, ഇനി ഞാൻ മണ്ടയിലിട്ട് വെച്ചു കൊടുക്കാല്ലേ. മഴയും തണുപ്പൊക്കെ അങ്ങനെ വെക്കരുത്. കപ്പലണ്ടി ഇട്ടേക്കാന്ന് തീരുമാനിച്ചോ? ആ, മഴയും തണുപ്പൊക്കെ അല്ലേ. അല്ല, ഇനി കപ്പലണ്ടി ഇരുന്ന് അഴുക്കായി പോകും. സത്യത്തിൽ നിങ്ങൾക്ക് കപ്പലണ്ടി ഇടാനാണോ തീ കായാനാണോ എന്നൊരു സംശയം ഇപ്പൊ. എല്ലാം കൂടെ ഇരിക്കട്ടെ. ഉണങ്ങി ചിരട്ട ഇങ്ങോട്ട് തട്ട്. തണുക്കുന്നുണ്ട്, അത് മാറ്റിക്കോ. അത് ഇന്ന് തേങ്ങ തരേണ്ടത്. അത് കൊള്ളത്തില്ല. അത് കൊള്ളത്തില്ല. അത് ഇതല്ല കൊള്ളുകാനകത്ത് നിന്റെ കയ്യിലിരിക്കുന്നത്. ഇത് ഉണങ്ങിയതാ. അതാ ഇതാ കൊള്ളത്തില്ലാത്ത. മഴയല്ലേ, മഴ പിന്നെ സാരമില്ലായിരുന്നു. പക്ഷെ ഇതുപോലത്തെ കാറ്റ് അടച്ചു വെക്കാൻ പറ്റി. അപ്പൊ ഓക്സിജൻ ഇല്ലാത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടിട. അല്ല, ഈ മണ്ടാരത്തെ റൂഫ് ഇല്ലായിരുന്നെങ്കിലേ നിങ്ങളിപ്പോ ഈ തുണിയെല്ലാം കൂടെ വീട്ടിൽ ഇട്ട് അലങ്കരിച്ചേനെ. ഒരാഴ്ച ഓരോ ഡ്രസ് ഇടിപ്പിച്ചു. പക്ഷെ ഇവിടെ വിരിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. തണുപ്പാ. അതിപ്പോ എവിടെ കിടന്നാലും ഈ മഴയല്ലേ തണുപ്പാ. 3 മാസമായി മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. മെയ് തുടങ്ങിയ മഴയാ. മെയ്, ജൂൺ, ജൂലൈ തീരാറായി. എന്ന് തീരും? ഒന്നും ആയില്ല. അടി ഇതേ പണ്ടാരണ്ട് പറഞ്ഞല്ലോ, അടിയൊന്നും ആയില്ല. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. വരുന്നതേ ഉള്ളു. ഈ കുഞ്ഞിനെ പറിച്ച്. പക്ഷെ കളക്ടർ പറയുന്ന അവധി വരുന്ന എല്ലാം വെയിലാ കേട്ടോ. ഇറമ്പിറക്കിയിടം കാണാൻ നല്ല ഇതാ, നല്ല വെട്ടമായി. അല്ലെ നമുക്ക് ഇരുട്ട് പോലെയായിരുന്നു. കൊറേ എരമ്പ് ഇറക്കിയത് നന്നായില്ല, ഇല്ലെങ്കിലേ എല്ലാം കൂടെ ഒടിഞ്ഞ് താഴെ വീണേനെ. നിങ്ങളിന്ന് കപ്പലണ്ടി മാത്രമേ ചൂടുന്നുള്ളൂ. കപ്പലണ്ടിയും ചക്കക്കുരുവും കൂടെ വേണമായിരുന്നു. മറ്റേ വാഴക്കായും പിന്നെ കപ്പ എല്ലാം കൂടെ കഴിഞ്ഞ ദിവസം നമ്മള് ചുടാൻ എടുത്തു വെച്ചില്ലായിരുന്നു. വാഴക്കായും കപ്പയും. അത് ചുടണേ. അന്നേരം വെളിയിൽ ഇറങ്ങാൻ പറ്റിയില്ല. അത് ഇങ്ങനത്തെ അത് ചുടാൻ വലിയ പാടാ. അടുപ്പി തീ കത്തിക്കുന്ന ചാരം വേണം കപ്പ ചുടണേ. ചാരത്തിനകത്ത് ഇട്ട് വെന്ത് വരണം അല്ലേ? കപ്പയും വാഴക്കായും ഒക്കെ ചാരം തോണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ചാരം ഇട്ട് മൂടണം. കുഞ്ഞി ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ചിരട്ട എല്ലാം കൂടെ കത്തിച്ചിട്ടേ തീ കായാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നത്. അത് കൊള്ളാലോ. നീ അല്ലേ കപ്പലണ്ടി വിടണമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന്. വീടിനകത്തോ? ആ, ഇവിടെ ആകുമ്പോ കാറ്റും ഒക്കെ കൊണ്ടിരിക്കത്തില്ല. നല്ല കാറ്റല്ലേ. ഈ മരമല്ലാവേ അതിന്റെ ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കുവേ ഇപ്പൊ അമ്പലവും റോഡും എല്ലാം നല്ലപോലെ കാണാം. കണ്ടോ? ഈ തണുപ്പ് മാത്രമേ ഉള്ളൂ. തണുപ്പ് മാത്രമേ ഉള്ളൊരു കുഴപ്പം. വേനൽക്കാലം ആയാൽ പിന്നെ കുഴപ്പമില്ല. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴയും കാറ്റും കൂടെ ആകുമ്പോഴത്തേക്കിനും നല്ല തണുപ്പാണ്. നമ്മളെ കണ്ണാപ്പി പോയിട്ട് ഒരു വിവരമില്ല. അവന്റെ നടക്കുവാവേ. അറിയത്തില്ല. കാറ്റായതുകൊണ്ടാ തീ വരെ കത്താതെ കെട്ടുപോകുക. അതെ അതെ. അയ്യോ, തീ കത്തിയപ്പോഴത്തേക്കിനും അല്ല കത്താതിരുന്നപ്പോഴത്തേക്കിനും കുഞ്ഞിയുടെ ഉത്സാഹം കണ്ടോ? കുഞ്ഞിക്ക് എങ്ങനെയെങ്കിലും ചുട്ടു തിന്നാ മതി എന്നുള്ളൂ. ഇതുണ്ടോ? അറിയുന്നേ ഇല്ല, ചൂടറിയുന്നേ ഇല്ല. എന്താ രസം. കാലൊക്കെ മരച്ചേ, കാലൊക്കെ മറച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു വെച്ചാ റോസ്റ്റ് ആയപ്പോലും നമ്മൾ അറിയുവല്ല. മരച്ചായിരിക്കുന്നേ. അതെ. വേനക്ക് പോയിട്ട് പോലും അവിടെ വഞ്ഞു കിടക്കുന്ന കണ്ടാ പേടിയാണ്. നിങ്ങള് കപ്പലണ്ടി ചൂടുമ്പത്തേനെ ഞാൻ കടുങ്കാപ്പി വെച്ചോണ്ട് വരട്ടെ?
കടുങ്കാപ്പി കൊടുത്തില്ല ഒന്നായിട്ട് ഇടാൻ പറ്റിയല്ലോ അല്ലേ ഇട്ടോ ആ പൊട്ടുവോ അതൊക്കെ ചിലപ്പോ ഉണ്ടാകും. വീശുമ്പോ ഇവിടെ തീ പിടിക്കുന്നുണ്ട്. ആഹാ. ആ നല്ല മണം. ഇതിന്റെ ഈ തൊണ്ട അങ്ങോട്ട് തീ അങ്ങോട്ട് പിടിക്കുമ്പോഴത്തേക്കും ഒരു സ്മെല്ലല്ലേ? ആ കപ്പലണ്ടിയുടെ തൊണ്ടി എണ്ണയല്ലേ? കപ്പലണ്ടിയുടെ ചോന എണ്ണയായിട്ട് എടുക്കും മുളങ്കടിക്ക്. പണ്ടൊക്കെ കപ്പലണ്ടി ഇങ്ങനെയല്ല, ചുടുവല്ല, ചുടുകയും ചെയ്യും. ഞങ്ങള് പിന്നെ വലിയ ചട്ടിയുണ്ട്, മൺചട്ടി, അത് അടുപ്പേലോട്ട് വെക്കും. എന്നിട്ട് അതിനകത്തോട്ട് കപ്പലണ്ടി വാരി അങ്ങോട്ട് ഇടും. അല്ലെങ്കിൽ അടുപ്പ വെക്കണമെന്നില്ല, തീ കത്തിച്ച് ഇതുപോലെ ചിരട്ട എന്തെങ്കിലും കത്തിച്ച് മൺചട്ടി നിറച്ച് കപ്പലണ്ടി അങ്ങോട്ട് വെക്കും. എന്നിട്ട് ഈ ചിരട്ട കത്തിച്ച് അതിന് മണ്ടലോട്ട് വെക്കും. അന്നേരം ഈ കപ്പലണ്ടിക്ക് തീ പിടിക്കുമല്ലോ. പിന്നെ ഇളക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ആ ചട്ടിക്കകത്ത് കിടന്ന് സൂപ്പറായിട്ട് ചുട്ടങ്ങോട്ട് കുടഞ്ഞിടും. എന്നിട്ട് തല്ലിപ്പൊട്ടിക്കും. എന്റെ കുഞ്ഞി ആകെപ്പാടെ ഉണ്ടായിരുന്ന അത്രയും കപ്പലണ്ടിയേ ഉള്ളായിരുന്നു. ഇനി എവിടുന്നേലും ഇനി ആന്റിയോട് കൊണ്ടുവരാൻ പറയണം. ഇതിപ്പോ മൊത്തം തീർന്നല്ലോ. ഇനിയിപ്പൊ അടുത്ത വർഷം ആകണം ആന്റിക്ക് അവിടെ കപ്പലണ്ടി ആകണേ. ആണോ? എല്ലാ സമയത്തും കിട്ടുന്ന സാധനമല്ല ഇത്. ചായക്കോത്തോട് പറയാം ഇനി വരുമ്പോ കൊണ്ടുവരാൻ. ആകാതെ കൊണ്ടുവരാൻ പറ്റിയല്ലോ. അല്ലേ ഈ കടയെന്നേ വാങ്ങിച്ച് ഇന്നുവാണെ ഇത്രയും പണി എടുക്കണോ? അന്നേരം കടയിൽ നിന്ന് മേടിക്കുന്നതിനാണോ ടേസ്റ്റ്, ചുട്ടു തിന്നതിനാണോ കഴിഞ്ഞ പ്രാവശ്യം തിന്നതിന്? ടേസ്റ്റ് ഇതിനാ. ടേസ്റ്റും ഗുണവും ഇതിനാ. കഷ്ടപ്പെട്ടാലേ നമുക്ക്. മറ്റേത് കറണ്ടിനകത്ത് ചുട്ടു പൊട്ടിക്കുന്ന വറുത്ത്, ഇത് നമ്മള് തീ കത്തിച്ചു. മാവ് വെച്ച് ഉണ്ടാക്കത്തില്ലേ എന്നെ കപ്പലണ്ടിയോ? അത് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്. അതൊക്കെ പറയുന്നു. ഇത് നല്ല സൂപ്പർ മണം. ഇത് ഒറിജിനൽ കപ്പലണ്ടി അല്ലേ? അങ്ങനെ കിടന്ന് ഉറങ്ങണം, എഴുന്നേറ്റ് വരുമ്പോ ആരെങ്കിലും ഉണ്ടായിക്കൊണ്ട് വരണം. അത് കൊള്ളാലോ. അയ്യടി, നീ അവിടെ തിന്നാൻ ഇരിക്കങ്ങനെ. താഴെ പോയതോടെ എടുത്തിട്ട്. താഴെ പോയോ? അതെ, കൈ കൊണ്ട് എടുത്തിട്ടാ പൊള്ളുവേ. അയ്യോ, ഈ ചൊന പറ്റിയ കയ്യിൽ ഈ ചൊന പറ്റിയാ മതി, പൊള്ളും. ചൊനേ ഈ പറ്റിയാ പൊള്ളും. അപ്പൊ നമ്മുടെ കപ്പലണ്ടി എല്ലാം മൊത്തം തീ പിടിച്ച് എല്ലാം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. മൊത്തം നല്ല സൂപ്പർ തീ. ഇല്ല, ഇച്ചിരൂടെ. എല്ലാത്തിനും പിടിച്ചല്ലേ? ഏകദേശം എല്ലാത്തിനും ഏകദേശം മൊത്തം തീയായിട്ടുണ്ട്. ഇനി അധികം നേരം ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിത് വാരിയെടുക്കണം. കണ്ടോ? കണ്ടോ? ചൊനക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാടാ. ഇനിയിപ്പോ എല്ലാം പെട്ടെന്ന് റെഡി ആയിക്കോളും കേട്ടോ. കാരണം നമ്മളെ കടുങ്കാപ്പി എല്ലാം റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അത് വാരി എടുത്താ മതി. ഇതിപ്പോ പുക കാരണം കപ്പലണ്ടി കാണത്തില്ല. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം തല്ലി പൊട്ടിക്കണം. തല്ലി പൊട്ടിക്കാനായിട്ട് സാധനമൊക്കെ ഇടുന്നുണ്ടോ? ഒരു ചീനിച്ചട്ടി ഇരിപ്പില്ലേ നമുക്ക് പഴയത്, അലുമിനിയത്തിന്റെ, അതിനകത്തോട്ടിട്ട് അങ്ങോട്ട് തടി കൊണ്ടുപോവാ. ചൂട് കാപ്പി, നല്ല കപ്പലണ്ടി കിട്ടും. ഞാറെണ്ണം പൊട്ടിച്ചു നല്ലതാ. ആണോ? നല്ല അടിപൊളി സംഭവല്ലേ? പൊട്ടിക്കുന്ന വായിലോട്ട് പോവാ. അല്ല, നീയല്ലേ പറഞ്ഞേ മേടിക്കുന്ന നല്ലതെന്ന്? മേടിക്കുന്നതാ പെട്ടെന്ന് തിന്നാലോ. ഇങ്ങനെ പൊട്ടിക്കണം. ഇങ്ങനെ എടുത്തോ, ചിലതെല്ലാം കരിഞ്ഞു പോയി. അടുത്ത് വന്ന് കൊതിയുമ്പോൾ നിൽക്കുവാണോ? അല്ല അല്ല അല്ല, ഇതൊക്കെ കരിഞ്ഞു പോയി. കുഞ്ഞിയുടെ വായിലോട്ടാണോ എന്നൊരു സംശയം. കരിഞ്ഞെന്ന് അച്ചമ്മച്ചി പറയുന്ന നല്ലതല്ല, ഞാൻ പറക്കി തിന്നും. അതത്ര പൊട്ടിച്ചുള്ളൂ. എന്നാണേലും ഈ കപ്പലണ്ടി ഇങ്ങനെ ചുട്ടെടുത്തിട്ട് തല്ലിപ്പൊട്ടിച്ച് തിന്നുന്ന ഒരു ടേസ്റ്റ് അല്ലാതെ നമ്മൾ വാങ്ങിക്കുന്നതിന് കിട്ടുന്നില്ല അല്ലേ? പക്ഷെ പെട്ടെന്നാവും. വാങ്ങിക്കുന്നതേ ഈ ഏലമൊക്കെ ഉണങ്ങുന്ന പോലെ ഉള്ള മെഷീനകത്തിട്ടാണ് ചൂടുന്നത്. അത് കരണ്ടേല തീക്കകത്ത് വെന്ത് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അല്ലാതെ വരത്തില്ല. ഏറ്റവും ടേസ്റ്റ് ഉള്ളത് കപ്പലണ്ടി ചുട്ട് തല്ലി പൊട്ടിക്കുന്നത്.
ഈ മണവും കിട്ടത്തില്ലല്ലോ. ആ മണം കിട്ടത്തില്ല. കപ്പലണ്ടി ഫാക്ടറിയുടെ അതിലെ പോയാ മണമൊക്കെ ഉണ്ട്. ആ, അതെ ഓ ചക്കക്കുരുവും കൂടെ ചൂടാവും ഓർത്താ, പക്ഷെ നടക്കുകയല്ലെന്ന് പറഞ്ഞു. ചാരം വേണമെന്നില്ല, വറക്കാനാണ്. ചട്ടിയിലിട്ട് വറക്കണം. ചക്കക്കുരു ഒന്ന് കൊത്തണം, ചുമ്മാ തൊലി ഒന്ന് പൊട്ടിക്കണം അതിൻ്റെ പുറത്തെ. ഇങ്ങനെ 1-2 കൊത്തിയേച്ച് അടുപ്പയിലോട്ട് ഇടണം നല്ലപോലെ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. എന്നിട്ട് വറുത്തെടുക്കണം അല്ലേ? എന്നിട്ട് വറുത്തെടുക്കണം. നല്ല രസമല്ലേ കാണാൻ? നല്ല അടിപൊളി മഴയാണ്. അത് ആ ഭാഗത്ത് കപ്പലണ്ടി കടുങ്കാപ്പി സൂപ്പർ. ഇതേ കണ്ടമാനം ഉണങ്ങിയിരിക്കുന്നതായോണ്ടേ പൊടിഞ്ഞു പോവും. ചിലതെല്ലാം പൊടിഞ്ഞു പോവും, ചിലതെല്ലാം പൊടിയാതെ കിട്ടും. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു അച്ചമ്മച്ചിങ്ങളെ കപ്പലണ്ടി എല്ലാം മൊത്തം ചുട്ട് പൊട്ടിച്ച് തന്നിട്ടുണ്ട്. അങ്ങോട്ട് കുഞ്ഞു അങ്ങോട്ട് കപ്പലണ്ടി തിന്നാൻ തുടങ്ങിയപ്പോഴത്തേനും കടുങ്കാപ്പി തണുത്തു പോയി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.